ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 അതായത് ഇക്കായി 3യിലെ അകാൽ और उसके बाद എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെഴുതിയത് നാഗാർജുൻ എന്ന ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത കവിയാണ്. കവിത പഠിക്കുന്നതിന് മുമ്പ് ഇക്കായി 3 എന്നെഴുതിയ പേജിൽ ഒരു ചിത്രം കാണാം. അതൊന്ന് നോക്കാം. ഈ ചിത്രം ഒരു പ്രകൃതിയുടെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഫല് ഹേ, ഫ്രൂട്ട്സ് ഉണ്ട്, തോത്ത ഹേ, തത്തയുണ്ട്, ഹിരൺ ഹേ, മാനുണ്ട്, ഏക്ക് നദി ഹേ, നദിമേ മച്ചലി ഹേ, ഒരു നദിയുണ്ട്, ആ നദിയിൽ മത്സ്യം കാണുന്നുണ്ട്, സാമ്പ് ഹേ, സർപ്പ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇവയൊക്കെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന്. ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിന് നിലനിൽക്കാനാവൂ എന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു. പ്രകൃതിയാണ് ഓരോ ജീവിയുടെയും ജീവന്റെ ആധാരം എന്നും പ്രകൃതിയുടെ സംരക്ഷണം നമ്മൾ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രകൃതിയുടെ രക്ഷയാണ് നമ്മുടെ രക്ഷ എന്നും പ്രകൃതി നശിച്ചാൽ അത് നമ്മുടെ നാശമാണെന്നുമാണ് ഈ ചിത്രത്തിന്റെ സന്ദേശമായി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സമൃദ്ധിയായാലും ക്ഷാമമായാലും എല്ലാ ജീവികളെയും ഒരുപോലെ ബാധിക്കുന്നു എന്നർത്ഥം. അതായത് പ്രകൃതിയിൽ നിന്നാണ് ഓരോ ജീവികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ കിട്ടുന്നത്. ഈ ചിത്രത്തിന്റെ താഴെ 2 വരികൾ കാണാം. ഹരേക്ക് സബി കേലിയെ, സബ് ഹരേക്ക് കേലിയെ, സുനേ പ്രകൃതിക്ക് പുകാർ. ഹരേക്ക് ഓരോരുത്തരും, ഓരോന്നും, സബി കേലിയെ എല്ലാവർക്കും വേണ്ടിയാണ്, സബ് ഹരേക്ക് കേലിയെ എല്ലാം ഓരോരുത്തർക്കും വേണ്ടിയാണ്, സുനേ കേൾക്കാം, പ്രകൃതിക്ക് പുകാർ പ്രകൃതിയുടെ വിളി. ഓക്കെ, ഇനി നമുക്ക് കവിയെ കുറിച്ച് പഠിക്കാം. കവി നാഗാർജുൻ. ഉൻകാ ജന്മ 30 ജൂൺ 1911 ബീഹാർ മേം ഹുവാ. അതായത് അദ്ദേഹത്തിന്റെ ജന്മം ജൂൺ 30, 1911 ബീഹാറിലാണ് ഉണ്ടായത്. ഉൻകി മൃത്യു, അദ്ദേഹത്തിന്റെ മരണം 5 നവംബർ 1998 में हुआ. നവംബർ 5, 1998 ഉണ്ടായത്. ആപ്പ് താങ്കൾ ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ ഹേ, ഹിന്ദിയിലെ പുരോഗമന സാഹിത്യകാരനായിരുന്നു. ആപ്പിന് താങ്കൾ ഹിന്ദിക്ക് അലാവ, ഹിന്ദി കൂടാതെ, കെ അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ, മൈഥിലി, സംസ്കൃത് അവർ ബംഗ്ല മേം ബി രചനായും കിഹെ, മൈഥിലി ഭാഷയിലും സംസ്കൃത്, ബംഗ്ല ആദി ഭാഷയിൽ രചനായും കിഹെ രചനകൾ രചിച്ചിട്ടുണ്ട്. ലോകജീവൻ, ഈ ലോകത്തെ ജനങ്ങളുടെ ജീവിതം പ്രകൃതിയെക്കുറിച്ചും സമകാലീൻ രാജനീതി, സമകാലീൻ രാഷ്ട്രീയം, ആപ്കി രചനാവും കെ താങ്കളുടെ രചനകളുടെ മുഖ്യ വിഷയമാണ്. യുഗ്ധാര, പ്യാസി പത്രായി ആംഗേം, സദ്രംഗി പങ്കോം വാലി, താലാബ് കി മച്ചലിയാം ആദി മുതലായ ആപ്കി പ്രമുഖ കാവ്യകൃതിയാം ഹേ മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ കാവ്യകൃതികൾ. ഓക്കെ, ഇനി നമ്മൾക്ക് കവിത എന്തെന്ന് നോക്കാം. ഈ കവിതയിൽ ആദ്യത്തെ 4 വരി ക്ഷാമത്തെക്കുറിച്ചും ലാസ്റ്റ് 4 ലൈൻ ക്ഷാമം കഴിഞ്ഞുള്ള സന്തോഷവുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ ലൈന് ഉള്ള ക്ഷാമം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നോക്കാം. അതായത് ക്ഷാമം എങ്ങനെ ഉണ്ടാവുന്നു? അകാൽ കൈസെ ഉൽപ്പന്ന ഹോ ജാത്താ ഹേ, അകാൽ ഉൽപ്പന്ന ജാത്താ ഹേ കി, അകാൽ ക്ഷാമം ഉൽപ്പന്നമാവുന്നു എങ്ങനെയെന്നാൽ പ്രാകൃതിക ആപദായും പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടും, മാനവ് പ്രകൃതിക്ക് സാത്ത് വിനാശകാരി ഹസ്തക്ഷേപ് കർണ, മനുഷ്യർ പ്രകൃതിയോട് വിനാശകരമായ ഇടപെടൽ നടത്തുക എന്നീ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ എന്തുണ്ടാവുന്നത്? അകാലം ഉൽപ്പന്നമാവുന്നത്. അത് എങ്ങനെ? സൂക്ക്, ബാഡ്, ഭൂകമ്പ് ആദി ഹോത്തായി. ഇക്കാരണത്താൽ വരൾച്ച ഉണ്ടാവുന്നു. സൂക്ക് വരൾച്ച, ബാണ്ട് വെള്ളപ്പൊക്കം, ഭൂകമ്പ് ആദി ഹോത്തായി മുതലായവ ഉണ്ടാവുന്നു. ഇത് മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലെ നിർജീവ വസ്തുക്കൾക്കും സജീവ വസ്തുക്കൾക്കും ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി ക്ഷാമത്തെ അവസ്ഥ എന്താ എന്ന് 4 ലൈനിൽ നമുക്ക് നോക്കാം. അകാൽ അവർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിന് ശേഷവും. അകാൽ, ക്ഷാമം, ഉസ്കെ ബാദ് അതിന് ശേഷം. ഫസ്റ്റ് ലൈന് നോക്കാം.
कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक कहानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद. धुआं उड़ा आंगन से ऊपर कई दिनों के बाद. चमक उड़ी घर भर की आंखें कई दिनों के बाद. कौये ने कुजलाई पांगें कई दिनों के बाद. ഓക്കെ, ഇനി നമുക്ക് ക്ഷാമത്തെ കുറിച്ചുള്ള ഫസ്റ്റ് 4 ലൈന് നോക്കാം. കൈ ദിനോം തക്ക് അനേകം ദിവസങ്ങൾ വരെ. ചുൽഹ രോയ അടുപ്പ് കരയുന്നു. രോന കരയുക, ചുൽഹ അടുപ്പ്. ചക്കി അരക്കല്ല് അതായത് അമ്മി. രഹി ഉദാസ് ദുഃഖിച്ചിരിക്കുന്നു. ഉദാസ് എന്ന് പറഞ്ഞാൽ ദുഃഖം. കൈ ദിനോം തക്ക് കാനി കുത്തിയ അനേകം ദിവസങ്ങൾ വരെ. കാനി കുത്തിയ ഒറ്റക്കണ്ണി പട്ടി. കുത്തിയ എന്ന് പറഞ്ഞാൽ പട്ടി സ്ത്രീലിംഗാണ്. സോയി സോത്താഹെ ഉറങ്ങുന്നു. ഉൻകെ പാസ് അവരുടെ അടുത്ത്. ഏതിന്റെ അടുത്താ? ചുൽഹ അവർ ചക്കി കെ പാസ്. പാസ് അടുത്ത്. അവർ കൈ ദിനം തക്ക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത്. അനേകം ദിവസങ്ങളോളമായിട്ട്. ബീത്ത് പർ ഭിത്തിയിൽ, ചുമരിൽ. ബീത്ത് സമാനാർത്ഥം ദീവാർ. ചിപ്കലിയോം പല്ലികളുടെ സമൂഹം. ഗസ്ത് ചുറ്റി സഞ്ചരിക്കുന്നു. ഗസ്ത് ഗൂംന. ഗസ്ത് സമാനാർത്ഥം ഗൂംന. കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത്. അനേകം ദിവസങ്ങൾ വരെ ആയിട്ട്. ചൂഹോം കി ബി ഹാലത്ത് എലികളുടെ അവസ്ഥയും. ചൂഹ എന്ന് പറഞ്ഞാൽ എലി, ഹാലത്ത് അവസ്ഥ. ശിക്കസ്ത് പരാജയം തന്നെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കൈ ദിനോം തക്ക് ചുൽഹ രോ രഹി ഹേ. അനേകം ദിവസങ്ങളോളമായിട്ട് അടുപ്പ് കരയുന്നു. ചക്കി ഉദാസീനത മേഹേ യാ ദുഃഖിത് മേഹേ. അരക്കല്ല് ദുഃഖത്തിലാണ്. ക്യോം ഇസ്ക താല്പര്യ ക്യാ ഹേ. അതായത് കൈ ദിനോം സേ അനേകം ദിവസങ്ങളോളമായിട്ട്. ചുൽഹ അവർ ചക്കി. ചുൽഹയും അടുപ്പും അരക്കല്ലും അമ്മിയും. ഇസ്തേമാൽ നഹീം ഹുയി ഹേ ഉപയോഗിക്കുന്നില്ല. ഇസ്ലിയെ ചുൽഹ രോ രഹി ഹേ ചക്കി ഉദാസീനതാ മേ ഹേ. അതുകൊണ്ട് ചുൽഹ കരയുന്നു, അടുപ്പ് കരയുന്നു, അമ്മി ദുഃഖത്തിലും ആകുന്നു. പഠിച്ചു കേട്ടോ. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. അനേകം ദിവസങ്ങൾ വരെ കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പട്ടി. സോയി സോ രഹി ഹേ ഉറങ്ങുന്നു. ഉൻകെ പാസ് കിൻകെ പാസ്. കിൻകെ പാസ് സോ രഹി ഹേ. ചുൽഹ അവർ ചക്കി കെ പാസ് സോ രഹി ഹേ. ഏതിന്റെ അടുത്ത ഉറങ്ങുന്നത് ചോദിക്കും. ചുൽഹ അവർ ചക്കി കെ പാസ് സോ രഹി ഹേ. അടുപ്പിന്റെയും അരക്കല്ലിന്റെയും അടുത്ത് ഉറങ്ങുന്നു. കിസ്കി പ്രതീക്ഷാമേ സോ രഹി ഹേ. എന്ത് പ്രതീക്ഷിച്ചാണ് ഉറങ്ങുന്നത് ചോദിക്കും. അതായത് ഭോജൻ കി പ്രതീക്ഷാമേ സോ രഹി ഹേ. ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. അടുത്തത് കൈ ദിനോം തക്ക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത്. കൈ ദിനോം തക്ക് ബീത്ത് പർ സെ ചിപ്കലിയോം ഗൂം രഹേ ഹേ. അനേകം ദിവസങ്ങളോളമായിട്ട് ചുമരിലൂടെ പല്ലികൾ ചുറ്റി സഞ്ചരിക്കുന്നു. ക്യോ എന്തുകൊണ്ട്? ഭോജൻ കി പ്രതീക്ഷാമേ. ഭോജൻ പ്രതീക്ഷിച്ച്, ഭക്ഷണം പ്രതീക്ഷിച്ചാണ് അവർ ചുറ്റുന്നത്. ഭോജൻ കഹാം സെ ചിപ്കലിയോം കോ മിൽത്താ ഹേ. ഭക്ഷണം എവിടെ നിന്നാണ് പല്ലികൾക്ക് കിട്ടുന്നത്? അതായത് പ്രകാശമുള്ളപ്പോഴാണ് ചെറിയ ചെറിയ പ്രാണികൾ വരൂ. ഈ പ്രാണികൾ വരണമെങ്കിൽ എന്താണ്? പ്രകാശമുണ്ടാവണം. അതിന് തേൽ നെയ്യേ, എണ്ണയില്ല. വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ക്ഷാമം കാരണം ഭക്ഷണം തന്നെ കിട്ടുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് വിളക്ക് കത്തിക്കാൻ എണ്ണ കിട്ടുക? പിന്നെ എവിടെ നിന്നാണ് വിളക്ക് കത്തുക? പ്രകാശമുണ്ടാവുന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രാണികൾ വരുന്നില്ല. അതുകൊണ്ട് ഈ പല്ലികൾ വിഷമത്തിലാണ്. അതെങ്ങനെ പറയും? അതായത് ചിപ്കലിയോ ബഹുത്തധിക പരാജയമേ ഹേ ക്യോം കി ദീപ് നഹീം ജലാത്തെ ഹേ. ദീപ് ജലാനെ के लिए तेल नहीं है. दीप जलाता है तो छोटी छोटी प्राणियाम आता है. छोटी छोटी प्राणियाम चिपकलियों को भोजन के रूप में मिलते हैं. तो उसका उनका भूख मिटाता है. അങ്ങനെയാവുമ്പോൾ അവർക്ക് വിശപ്പടക്കാൻ പറ്റും. അവർ ഉസി പ്രകാർ കൈ ദിനം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്. അനേകം ദിവസങ്ങളോളമായിട്ട് എലികളുടെ ഹാലത്തും അങ്ങനെ തന്നെ. ശിക്കസ്ത് ഹേ പരാജയ ഹേ. ക്യോം എന്തുകൊണ്ട്? ഗർക്കെ അന്തർ കാദ്യ വസ്തുവും നെയ്യേ. വീടിന്റെ ഉള്ളിൽ ഭക്ഷ്യവസ്തുക്കളില്ല. ഇസ്ലിയെ ചൂഹോം കി ഹാലത്ത് ബി ബഹുത്തധിക ശിക്കസ്ത് ഹേ യാ പരാജയ മേ ഹേ. യഹാം കവി കൈ ദിനോം തക്ക്
ദുഹരായാ ഹെ, ബാർ ബാർ ദുഹരായാ ഹെ. ഈ വരിയിൽ കവി കൈ ദിനം എന്ന് വീണ്ടും വീണ്ടും ദുഹരായാ ഹെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ക്യോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ശ്രദ്ധിക്കുക, കൈ ദിനോം തക്ക് കി പുനരാവൃത്തി അഭാവ് കി നിരന്തരാക്കി അങ്കിത് കർത്തേ. കൈ ദിനോം എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അഭാവ് കി നിരന്തരതാക്കോ അങ്കിത് കർത്തിയെ, കുറവ്, നിരന്തര കുറവാണ് അങ്കിത് കർത്തിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അകാൽ കെ ബാദ് കി അവസ്ഥ കെ ബാരെ മേം കവി വർണ്ണൻ കർത്താ ഹെ. ഇതിന്റെ മുമ്പ് കവി അകാൽ കെ ബാരെ മേ വർണ്ണൻ കിയ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അകാൽ കെ ബാദ് കെ ബാരെ മേ വർണ്ണൻ കർത്താ ഹെ കി ദാനെ ആയേ, ധാന്യം വന്നു. ഗർക്കെ അന്തർ, വീടിന്റെ ഉള്ളിൽ. കൈ ദിനോം കെ ബാദ്, അനേകം ദിവസത്തിന് ശേഷം. ഇതിന്റെ മുമ്പ് നമ്മൾ കൈ ദിനോം തെക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് കൈ ദിനോം കെ ബാദ്, അനേകം ദിവസങ്ങൾക്ക് ശേഷം. ദുവാം ഉടാ, പുക ഉയരുന്നു. ആംഗൻ സേ ഊപ്പർ, മുറ്റത്ത് മുകളിൽ. കൈ ദിനോം കെ ബാദ്, അനേകം ദിവസങ്ങൾക്ക് ശേഷം. അതായത് ദുവാം ഉട ആംഗൻ സേ ഊപ്പർ കിസ്കി സാങ്കേത് കിയാ ഹേ. ദുവാം, പുക ഉയരുന്നു മുറ്റത്ത് മുകളിലൂടെ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഖാന പക്കാനേക്ക് ഓർ സൂചിത കർത്തായി, ഭക്ഷണം പാകം ചെയ്യുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചുൽഹ ജലാനേക്ക് ഓർ സൂചിത കർത്തായി, അടുപ്പ് കത്തിക്കുന്നു എന്നും ഖാന പക്കാന, ഭക്ഷണം പാകം ചെയ്യുന്നു എന്നതിനെയാണ് സൂചിത കർത്തിയെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ചമക്കുടി ഗർഭർ കിയാങ്കേ കൈ ദിനോം കെ ബാദ്, മിന്നിത്തിളങ്ങാൻ തുടങ്ങി അനേകം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ളവരുടെ ആംഗേം, കണ്ണുകൾ. അതായത് നിർജീവർ സജീവ് സബോം കെ ആംഗേം ചമക്കിനലക, നിർജീവ വസ്തുക്കളുടെയും സജീവ വസ്തുക്കളുടെയും കണ്ണുകൾ മിന്നിത്തിളങ്ങാൻ തുടങ്ങിക്കോ. ദാനാനേക്ക്, കാരണം ഭക്ഷണം വന്നു. അതുകൊണ്ട് സബ് ബഹുത്ത് ഖുഷിമേഹേ, എല്ലാവരും ഭയങ്കര സന്തോഷം. ചമക്കൂടി ഗർഭർ കി ആംഗോം സെ ക്യാ മത്ലബ് ഹേ, ചമക്കുടി ഗർഭർ കി ആംഗേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാ മത്ലബ് ഹേ, ചോദിക്കും എന്താണ് താല്പര്യം. അതായത് യഹാം അകാൽ കെ ബാദ് ഗർമേ ഖാന പക്കാനെ ലഗ, ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. കൈ ദിനോം കെ ബാദ് ചുൽഹാമെ ആഗ് ജലാന ലഗേ, അനേകം ദിവസങ്ങൾക്ക് ശേഷം അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. ഇസ്ലിയെ സബോം കെ ആംഗേം ചമക്കിനെ ലഗ, അതുകൊണ്ട് എല്ലാവരും കണ്ണുകളും മിന്നിത്തിളങ്ങാൻ തുടങ്ങി. കൗയേനെ കുജലായി പാങ്കേം കൈ ദിനോം കെ ബാദ്, അതായത് ചിറക്, കാക്കകൾ, കൗയെ കാക്ക, കുജലാനെ ലഗിയപ്പനെ പങ്കേം, ചൊറിയാൻ തുടങ്ങി തന്റെ പങ്ക്, തന്റെ ചിറക്. കൈ ദിനോം കെ ബാദ്, അനേകം ദിവസത്തിന് ശേഷം. വേ ബി ബൗത്തതിക് പരേഷാൻ മേഹേ ക്യോം കി ഗർമേം ഖാദ്യവസ്തുവും പഹുഞ്ച, വീട്ടിൽ ഖാദ്യവസ്തുക്കളെത്തി. സബോം കി ആംഗേം ചമക്കിനെ ലഗ, എല്ലാവരുടെ കണ്ണും മിന്നിത്തിളങ്ങാൻ തുടങ്ങി. സബോം കോ ബൗത്തതിക് ഖുഷി ഹോ ഗയി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. യഹാം കവി, ഈ കവിതാമേ കവി നിർജീവ് और സജീവ് സബോം पर മാനവീയ ഗുണക്ക് ആരോപ് കർത്താഹെ. ഇവിടെ കവി എന്താണ്? നിർജീവ വസ്തുക്കൾക്കും മാനവീയ ഗുണക്ക് ആരോപ് കർത്താഹെ. നിർജീവ വസ്തുക്കൾക്കും മനുഷ്യ ഗുണം ഉണ്ട് എന്ന് കവി ഇവിടെ ആരോപിക്കുന്നു. അതായത് എന്താണ് നിർജീവ വസ്തുക്കൾ? ക്യാഹേ, എന്തൊക്കെയാണ് ഇവിടെ നിർജീവ വസ്തുക്കളായിട്ട് ഉള്ളത്? നിർജീവ വസ്തുക്കളാണ് എന്തൊക്കെ? ചുൽഹ, ചക്കി, പിന്നെന്താണ് ബീത്ത് ആദി. ചുൽഹ, ചക്കി, ബീത്ത് ആദി നിർജീവ വസ്തു. സജീവ വസ്തു ക്യാ ഹേ? ഇവിടെ സജീവ, ഈസ്കെ ഉദാഹरण കവി कहता है മാനവീയ ഗുണ का ഉദാഹरण है. എന്താണ്? ചുൽഹാരോന അവർ ചക്കി ഉദാസോന യേ മാനവീയ ഗുണ ഹേ, ഇതാണ് അവരെ മനുഷ്യ ഗുണമുണ്ട് എന്ന് പറഞ്ഞതിന് ഉദാഹരണം. അതായത് यहाँ कहानी कुतिया सो रही है, किसके पास सो रही है? चक्की और चूल्हे के पास सो रही है. और उसी प्रकार दीवारों पर छिपकलियां भी घूम रहा है, भोजन की प्रतीक्षा में घूम रहा है. चूहे भी भोजन की प्रतीक्षा में बहुत परेशान में हो गई है. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് ഈ കവിത പഠിക്കാനുള്ളത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.